ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫിൽറ്റർ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് വന്നതാണ്. ഓയിൽ ചേഞ്ചും ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങും. പിന്നെ അതേപോലെ തന്നെ വണ്ടിക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒരു ടൈറ്റ് പോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓവറായിട്ട് ഹീറ്റ് ആവണ ഒരു കംപ്ലയിൻറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ കേസ് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറ്റി നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ എഞ്ചിൻ്റെ ഈ റൈറ്റ് സൈഡിലെ കവർ നമ്മൾ അഴിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് സ്ക്രീൻ ഫിൽറ്റർ വരാം. സ്ക്രീൻ ഫിൽറ്റർ നോക്കുമ്പോൾ ഉണ്ട് അത്ര അഴുക്കുണ്ട് ഇതിനകത്ത് കേട്ടോ. അത് നമ്മളിപ്പോൾ ഈ അഴിച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കോട്ടൺ വേസ്റ്റൊക്കെ ഉപയോഗിച്ച് തുടക്കുകയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഓരോ അംശങ്ങളും ഈ വന്നിട്ട് ഇതിനകത്ത് അടയണേ. ഇത് വലിയ ബ്ലോക്കൊന്നും പറയാനില്ല, ചെറിയൊരു ഇത് കാണിക്കണുള്ളൂ. നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 2 ഓയിൽ ചേഞ്ച് കഴിഞ്ഞ് 3ാമത്തെ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മെയിനായിട്ട് ഈ ഫിൽറ്റർ ബ്ലോക്കിംഗ് അല്ല, ഇത് ഇനി കാണിക്കില്ല, ഇത് ഇത്രയും ഇനി വരില്ല. അതിനകത്ത് മെയിൻ പ്രോബ്ലം വരാമെന്ന് പറഞ്ഞാൽ ഈ റോട്ടർ ഫിൽറ്റർ എന്ന് പറയും ഇതിനകത്ത്. ഇത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ലെഗാണ് ഈ വന്ന ഭാഗം. ഇതിനകത്തേക്ക് ഓയിലിനെ പമ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ട് റൊട്ടേഷൻ ചെയ്യുകയാണ്. അതായത് നമ്മൾ ഓടിക്കുന്ന അത്രയും RPM ഓയിലിനിട്ട് കറക്കി അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ്റെ ആ ഓയിലിലൊക്കെ വരുന്ന അഴുക്കുകൾ ഇതിനകത്ത് വന്ന് അടിഞ്ഞു കൂടും. ഇതുണ്ടോ, ഈ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതാണ് മെയിനായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത്. റോട്ടർ ഫിൽറ്റർ ക്ലീനിങ് ആണ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കേസ്. കൂട്ടത്തേക്ക് അത് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലച്ച് കവർ അഴിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൂട്ടത്തേക്കൂടെ നമ്മൾ ഈ ഫിൽറ്ററും കൂടി ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കാണിച്ച ബ്ലോക്ക് ഇനി ഉണ്ടാവില്ല. കാരണം ഇത് നമ്മൾ ക്ലീൻ ചെയ്തതാണ്, എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് അഴിക്കണമല്ലോ. അപ്പോൾ പിന്നെ കാണിക്കില്ല. പക്ഷേ ഈ റോട്ടറിനകത്ത് അഴുക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ അത് നമ്മളെ ഫുൾ എഞ്ചിൻ ഓയിൽ ക്ലീൻ ചെയ്യുന്നൊരു പ്രോസസ്സ് കൂടി നടക്കുന്നുണ്ട്. അത് വരുമ്പോൾ അതിനകത്ത് വരുന്ന കട്ടി കൂടിയ അഴുക്കുകൾ ഇതിൻ്റെ ഉള്ളിൽ റൊട്ടേഷൻ ചെയ്ത് പിടിച്ചിട്ടാണ് ഫ്രഷ് ഓയിലാണ് അതിൻ്റെ എഞ്ചിൻ ക്രാങ്കിലേക്ക് ഉള്ളിലേക്ക് പമ്പ് ചെയ്ത് വിടാം. അതുകൊണ്ടാണ് ഇവിടെ ഈ അഴുക്ക് വന്നതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിലൂടെ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് കവർ അഴിക്കുമ്പോൾ ഈ ഗ്യാസ്കറ്റ് നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. ഈ പേപ്പർ ഗ്യാസ്കറ്റിൻ്റെ പ്രത്യേകത ഒരു പ്രാവശ്യമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലും വരും, ഓയിൽ ബോൾട്ടിൻ്റെ വാഷ്, ഓറിങ്, ഗ്യാസ്കറ്റും നമുക്ക് മാറ്റേണ്ട റൈറ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ പറഞ്ഞ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓവറായിട്ട് ഹീറ്റ് ആവണമെന്ന് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. നിലവിൽ എഞ്ചിൻ ചൂടാവണമെങ്കിൽ, ക്രമാതീതമായിട്ട് ചൂടാവണമെങ്കിൽ, സാധാരണ അല്ലാതെ ക്രമാതീതമായ രീതിയിൽ ചൂടാവണമെങ്കിൽ 2 കാരണങ്ങളെ വരുള്ളൂ. ഒന്ന്, ഓയിൽ ലെവൽ കുറവായിരിക്കണം, അതായത് ഓയിൽ ഉണ്ടാവരുത്. ഓയിലില്ലാതെ വരുമ്പോൾ തേയ്മാനം കൂടും, അപ്പോൾ എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളും ഹീറ്റാവും. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓയിൽ കൂടുതലായിരിക്കണം. കൂടുതൽ ഓയിലുണ്ടെങ്കിലും സെയിം പ്രോബ്ലം കാണിക്കും. കാരണം കൂടുതൽ ഓയിലുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ചൂട് കുറേ നേരത്തേക്ക് നിൽക്കും. കാരണം ഓയിലിൻ്റെ ഉള്ളിൽ നല്ലോണം ഹീറ്റായിട്ടായിരിക്കും നിൽക്കുക. അളവ് കൂടുന്തോറും ആ ഹീറ്റും അത്രയും ക്വാണ്ടിറ്റി തണുക്കണം, അത്രയും സമയം വരെ ആ ചൂട് കാണിക്കും. ഇതിപ്പോൾ നിലവിൽ വണ്ടിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. നമ്മൾ ചെക്ക് ചെയ്ത് ഓയിൽ കറക്റ്റ് ലെവൽ നമ്മൾ കറക്റ്റ് 1 ലിറ്റർ ഒഴിച്ചിട്ടുള്ളൂ. ആ 1 ലിറ്ററിൻ്റെ ഇത് കപ്പാസിറ്റി നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്നുമുണ്ട്. ശരിക്കും നമുക്ക് വണ്ടിയുടെ കേസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുള്ളൂ. ഏകദേശം ഒരു 4 മുതൽ 5 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും എഞ്ചിൻ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടാവും. അതിൻ്റെ മെറ്റീരിയൽ അങ്ങനത്തെയാണ്, ചൂടാവും, അതേപോലെ തന്നെ കൂളാവും. ആ രീതിയിലുള്ള മെറ്റീരിയലാണ് ഇതിപ്പോൾ വന്നേക്കണേ. അലുമിനിയം ആണെങ്കിലും അലുമിനിയത്തിൽ മിക്സ് ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരാം. അപ്പോൾ ഒരു കംപ്ലയിൻ്റ് എന്നുള്ള രീതിയിൽ നിലവിലില്ല. ഓവർ ചൂട് കാര്യങ്ങൾ വരില്ല. കാരണം ഇമാതിരി കേസിൽ ഇല്ല. വന്നെങ്കിൽ 2 കാരണമുള്ളൂ. ഈ 2 കാരണം കൊണ്ടേ വരുള്ളൂ കേട്ടോ. വേറെ പ്രോബ്ലംസ് ഒന്നും ഞാൻ ചെക്ക് ചെയ്തിരുന്നു. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് ടൈറ്റ് ആവണ കേസ്. നമുക്ക് നിലവിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടൊന്നുമില്ല. ആക്സിലേറ്റർ ടൈറ്റ് ആവണമെങ്കിൽ 2 കാരണങ്ങളുള്ളൂ. ഒന്ന്, ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ് ആവണം, അതല്ലെങ്കിൽ ആക്സിലേറ്ററിൻ്റെ ഇവിടെ കേബിൾ പിടിപ്പിക്കുന്ന സ്ലൈഡർ ടൈറ്റ് ആവണം. ഇത് രണ്ടും നിലവിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എന്നാൽ കൂടി ഞാൻ ആക്സിലേറ്ററിൻ്റെ കേബിളിൻ്റെ ഉള്ളിലേക്ക് സിറിഞ്ച് വെച്ചിട്ട് 2 തുള്ളി 3 തുള്ളി ഓയിൽ കൊടുത്തിട്ടേക്കാം. അപ്പോൾ ഒരു ചെറിയൊരു ലൂബ്രിക്കേഷൻ കിട്ടും. അതേ കൂടുതൽ സ്മൂത്ത്നെസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അത് പുതിയ കേബിൾ ഇട്ടാലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെ ഉള്ളൂ. നമ്മൾ വാറണ്ടി സർവീസിലുള്ള ഫസ്റ്റിലത്തെ ഫിൽറ്റർ ക്ലീനിങ്ങാണ് നമ്മൾ ചെയ്തേക്കണേ. പിന്നെ നമുക്ക് അതിൻ്റെ സർവീസുകൾ വന്നത് കറക്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പീരിയോഡിക് സർവീസ് കൃത്യമായിട്ട് ജനറലായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഏകദേശം നമുക്ക് വരുന്ന ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് എന്തായാലും ഒരു 3 മണി 3:30 ആവും തീരുമ്പോഴത്തേക്ക്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം എന്തായാലും കേട്ടോ. അപ്പോൾ വീഡിയോ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം. ഓക്കെ.